പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ ഈ ആലയത്തിൽ സ്വർഗീയമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന വിശ്വാസി സമൂഹം, നിങ്ങൾക്കേവർക്കും കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു എന്ന് പഠിപ്പിച്ച പരിശുദ്ധ പിതാവ്, പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നാം ഈ ആലയത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് നമുക്കായി കാണിച്ചു തന്നതായ തൻ്റെ പ്രാർത്ഥനാ ജീവിതവും താൻ അനുഭവിച്ചതായ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കൃപകളും നമ്മുടെ ജീവിതത്തിലും സ്വന്തമാക്കുവാൻ തക്കവണ്ണം വിലപിച്ചവരാണ് എന്നുള്ള ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് എന്ത് സന്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടുകൂടിയാകണം ആ പരിശുദ്ധ പിതാക്കന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെടേണ്ടത്. കേവലം കാഴ്ചക്കാരായി നാം ദേവാലയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും യാതൊരുവിധ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട വസ്തുതയാണ്. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന അദ്ദേഹം തൻ്റെ സന്നിധിയിൽ തൻ്റെ മധ്യസ്ഥതയ്ക്കായിട്ട് അടുത്തു വരുന്ന എല്ലാവരും തന്നെ പോലെ പ്രാർത്ഥനാ മനുഷ്യരായി തീരണം എന്ന് നിർബന്ധമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിശുദ്ധിയിലും തികഞ്ഞ കൃത്യനിഷ്ഠയിലും കൗദാശികമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും ജീവിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാത സമയത്ത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ ദൈവവുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന അനേകം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കൃപകളും പ്രാപിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കിയ അനേകം വ്യക്തിത്വങ്ങളെ നമുക്ക് വിശുദ്ധ വചനം കാണിച്ചു തരുന്നുണ്ട്. തങ്കത്തിന് തുല്യമായ വാക്കുകൾ മാത്രം തൻ്റെ മകനോട് ഉരുവിട്ട വിശുദ്ധ കന്യക മറിയാം, പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളിൻ്റെതായ ഈ ദിനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ആ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്നതായ സന്ദേശം എന്താണ്? ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെയും നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥന എന്നത് കേവലം അധരങ്ങളുടെ ഒരു പ്രവർത്തനം മാത്രമാകണമോ എന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉതിർന്നു വരുന്നതായ സൗരഭ്യമുള്ള വിശുദ്ധിയുള്ള നല്ല പ്രാർത്ഥനാ പുഷ്പങ്ങളായിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യവും കൂടിയാണ്. ഏറ്റവും സുന്ദരമായ നക്ഷത്രത്തെക്കാൾ സുന്ദരിയായ മറിയം എന്ന് വിശുദ്ധ മറിയാമിനെ കുറിച്ച് പണ്ഡിതർ രേഖപ്പെടുത്തുമ്പോൾ എന്തായിരുന്നു അവളുടെ സൗന്ദര്യം എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കണം. പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യം കേവലം ഭൗമികമായ ഒരു സൗന്ദര്യമല്ല, മറിച്ച് അവൾ ആയിരിക്കുന്ന ചുറ്റുപാടിൽ ആത്മീയമായ ഒരു സൗന്ദര്യത്തെ ഉളവാക്കുവാൻ തക്കവണ്ണം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം അവൾക്ക് സാധിച്ചു. നമുക്കറിയാം, വിശുദ്ധ മാതാവിൻ്റെ ചിത്രങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഈ ലോകത്തിലേക്കും ഏറ്റവും സുന്ദരിയായ വനിത ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് വിശുദ്ധ മറിയാമാണെന്ന്. എന്നാൽ നാം കാണുന്ന നമ്മുടെ കാഴ്ചകൾക്ക് അപ്പുറമായ ഒരു സൗന്ദര്യത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രഭവിപ്പിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ മറിയാമിന് സാധിച്ചു എന്നുള്ളതാണ് ദൈവപുത്രനെ ഉദരത്തിലേക്ക് വഹിക്കുവാൻ തക്കവണ്ണം അവളെ പര്യാപ്തയാക്കിയത്. നമ്മുടെയൊക്കെയും ആത്മീയ ജീവിതത്തിൻ്റെതായ നാളുകളിൽ
യഥാർത്ഥമായ ആത്മീയ സൗന്ദര്യം, ആത്മീയ സൗരഭ്യം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ആമുഖമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് കർത്താവിൽ ശരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. പത്താമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ അവളുടെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഹന്ന എന്ന സ്ത്രീ ഉയർത്തുന്ന അനേകം വെല്ലുവിളികളുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ യഥാർത്ഥമായ ഒരു പ്രാർത്ഥന അനുഭവത്തിലാണോ നാം ആയിരിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. ഹന്നായുടെ ജീവിതത്തിൽ അവൾ കൂടുതൽ പ്രശസ്തിയൊന്നുമല്ല. ശമൂവേൽ പ്രവാചകന് വേണ്ടി ആഗ്രഹിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീ. കുഞ്ഞുങ്ങളില്ലായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ തനിക്ക് മുറുകെ പിടിക്കുവാൻ മറ്റാരുമില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീ. അവളുടെ ജീവിതത്തിൽ അവളുടെ പ്രാർത്ഥനാ നിമിഷത്തിലെ ഏതാനും ഏടുകൾ മാത്രമാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ സങ്കടത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്ന വിശുദ്ധ വചനത്തിലെ ശക്തമായ ഒരു സ്ത്രീ സാന്നിധ്യമാണ് ഹന്ന വെളിപ്പെടുത്തുന്നത്. എന്താണ് അവളുടെ സങ്കടം? സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, വിശുദ്ധ വേദഭാഗത്തിൽ 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് അവളുടെ സങ്കടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഹന്നായുടെ സങ്കടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അവൾക്ക് കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരു സ്ത്രീയുടെ സങ്കടം എത്രമാത്രം തീവ്രമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെയും അമ്മമാരാണ്. നമുക്കറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ജീവിതം പൂർണ്ണമാകുന്നത് ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോഴാണ്. അപ്രകാരം തീവ്രമായ ദുഃഖത്തിലും സങ്കടത്തിലും കണ്ണുനീരിലും കഴിയുന്ന ഹന്ന എന്ന സ്ത്രീ യഹോവയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് വളരെയേറെ കരയുകയാണ്. ഹന്നായുടെ പ്രാർത്ഥനയുടെ 3 പ്രത്യേകതകൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, മനോവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഹന്ന എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹന്ന പ്രാർത്ഥിച്ചു കരഞ്ഞു എന്നല്ല പറയുന്നത്, മനോവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമുക്കെയും പ്രാർത്ഥിക്കുന്നവരാ. ഒരു ദിവസം 2, 3, 4 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരാ. മനോവേദനയോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയാകുന്നുണ്ടോ? ഹന്നായുടെ ഈ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഹന്നായുടെ ജീവിത പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അവൾ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷ സന്താനത്തെയാണ്. അവളുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എഫ്രൈം മലനാട്ടിൽ രമാഥയീം സോഫീർ എന്ന പേരുള്ള സ്ഥലത്ത് എൽക്കാന എന്ന പുരുഷനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൽക്കാന എന്ന പുരുഷന് 2 ഭാര്യമാരാണ്. ഒരാളുടെ പേര് ഹന്ന, മറ്റേയാളുടെ പേര് പെനീന. ഈ 2 ഭാര്യമാരെയും അവൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഈ 2 ഭാര്യമാരും തമ്മിൽ ഒരു വ്യത്യാസം. ഹന്നായിക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ, മക്കളുള്ള ഒരു സ്ത്രീ മക്കളില്ലാത്ത മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ ഉണ്ടാകുന്നതായ എല്ലാ പരിഹാസങ്ങളും, എല്ലാ നിന്ദകളും,
എല്ലാ ദുഷികളും എല്ലാ പഴികളും പെനീനയിൽ നിന്ന് ഈ ഹന്നയ്ക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ വളരെയേറെ പ്രയാസപ്പെട്ട് ഏറ്റവും സങ്കടത്തിലായി വളരെയേറെ തകർന്ന മനസ്സുമായി ജീവിക്കുന്ന അനുഭവത്തിലാണ് ഈ ഹന്നായുടെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതൊരു നാടകം പോലെ, ഒരു കഥ പോലെ വളരെ മനോഹരമായ രീതിയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെയും ജീവിതത്തിൻ്റെതായ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ, ജീവിതത്തിൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതായ വേളകളിലൊക്കെയും ഈ സംഭവങ്ങളൊക്കെയും നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തണം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ എൽക്കാനയുടെ ഭവനത്തിൽ ഹന്നായ്ക്ക് നേരിടേണ്ടി വരുന്ന ഈ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ഹന്ന തൻ്റെ ഭർത്താവിനോട് പറയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എൽക്കാന അവിടെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠനല്ലയോ? ആധുനിക സമൂഹത്തിൻ്റെ മുൻപിൽ എൽക്കാന ഉയർത്തുന്ന ഒരു വലിയ ചോദ്യമാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠരല്ലയോ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ആധുനിക ക്രൈസ്തവ കുടുംബങ്ങളിൽ എത്ര ഭർത്താക്കന്മാർക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ ഭാര്യയ്ക്ക് 10 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠനായി ഞാൻ ജീവിക്കുന്നുണ്ടെന്ന്? എന്തുകൊണ്ടാകാം പുത്രന്റെ അനുഭവമോടെ പറയുന്നത്? മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പുത്രന്മാരെ ലഭിക്കുവാനാണ്. എന്തായിരിക്കാം അതിന് കാരണം? തങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ തങ്ങളെ കരുതും എന്നുള്ളതായ ഒരു വിശ്വാസത്താലാണ് പുത്രന്മാരെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. ഇവിടെയും സ്വാഭാവികമായിട്ടും എൽക്കാന ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠനല്ലയോ? ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ബന്ധം എപ്രകാരം ആയിരിക്കണം? നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത പശ്ചാത്തലങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എൽക്കാനയും ഹന്നയും പോലെ ദൃഢമായിട്ടുള്ളതാണോ എന്നുള്ളത് ആലോചിച്ചു നോക്കണം. സ്വന്തം ഭാര്യയുടെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ, സ്വന്തം ഭാര്യയുടെ മനസ്സ് തകരുന്ന അനുഭവത്തിലാകുമ്പോൾ അവളെ ചേർത്തു നിർത്തി കരുതുന്ന മനോഭാവത്തിൽ, അവൾക്ക് താങ്ങും തണലുമായി താനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ എൽക്കാന അവളെ ചേർത്തു പിടിക്കുകയാണ്. 10 പുത്രന്മാരുടെ സ്ഥാനത്ത് താനുണ്ട് എന്നുള്ളതായൊരു ബോധ്യം എൽക്കാന ഹന്നയ്ക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കണം, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ എൻ്റെ ഭാര്യയ്ക്ക് ഉത്തമ പങ്കാളിയായിട്ട്, അവൾക്ക് താങ്ങും തണലുമായിട്ട്, അവളുടെ ജീവിതത്തിന്റെ പ്രയാസ നിമിഷങ്ങളിൽ കരുതുവാനും ചേർത്ത് നിർത്തുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കണം. ഇവിടെയാണ് എൽക്കാന നമ്മിൽ നിന്നും വ്യത്യസ്തനായി തീരുന്നത്. അതുപോലെ തന്നെ ഭാര്യമാരും ചിന്തിച്ചു നോക്കണം, തൻ്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ തൻ്റെ ഭർത്താവിനോട് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മബന്ധം നിങ്ങളും നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ദൃഢമായ ബന്ധമാണ് ആ കുടുംബത്തെ യഥാർത്ഥമായ കുടുംബമാക്കി തീർക്കുന്നത്. ദൈവികമായ സമാധാനത്താൽ, സന്തോഷത്താൽ പരസ്പരം മനസ്സിലാക്കിയുള്ളതായ ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതമാണ് ക്രൈസ്തവ സഭ ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ കുടുംബം എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെയും പരസ്പരം കരുതുന്നതിൻ്റെയും വേദനകൾ പങ്കുവെക്കുന്നതിൻ്റെയും ഒക്കെയും അനുഭവത്തിലാകണമെന്ന് പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമായ സഭയിൽ വിവാഹ ശുശ്രൂഷയ്ക്കൊക്കെയും ഇത്രമാത്രം ശ്രേഷ്ഠവും മാന്യവുമായ സ്ഥാനം നൽകുന്നത്. ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ പരസ്പരം ആശ്വസിപ്പിക്കുന്ന, പരസ്പരം കരുതുന്ന, എല്ലാവരും ചേർത്ത് നിർത്തുന്ന അനുഭവത്തിൽ ഭാര്യയും ഭർത്താവും പ്രവർത്തിക്കണം, ജീവിക്കണം എന്നുള്ളത് എൽക്കാനയുടെ കുടുംബം നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ ഒരു വസ്തുതയാണ്. വേദഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. എൽക്കാനയുടെ ജീവിതം, അവളെ ചേർത്ത് നിർത്തി, അവൾക്ക് കരുതലായി താങ്ങായിട്ട് എൽക്കാന അവിടെ 10 പുത്രന്മാരെക്കാൾ നല്ലവനായിട്ട് അവിടെ നിൽക്കുമ്പോഴും ഹന്നായുടെ ഈ സങ്കടം അടങ്ങുന്നില്ല. ഹന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നു നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം അവളുടെ പരാതികൾ പറയുവാൻ തക്കവണ്ണം അവൾ ആഗ്രഹിക്കുകയാണ്. മുഷിപ്പിക്കുന്ന പെനീനായെ, അവളെ വേദനിപ്പിക്കുന്ന പെനീന എന്ന സ്ത്രീയെ യാതൊരു കാരണവശാലും തിരിച്ച് ഒരു വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിക്കുവാൻ തക്കവണ്ണം ഹന്ന ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് പറയുവാനുള്ളതെല്ലാം ദേവാലയത്തിൽ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിക്കേ,
നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ നമ്മെ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ നമ്മെ ആരെങ്കിലും പരിഹസിക്കുകയോ നമ്മെ ആരെങ്കിലും മുറിപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടാണ് പ്രതിവാദം ചെയ്യുവാനുള്ളത്? നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ തിരിച്ച് അവരോട് പ്രതിവാദം ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ഒരു പ്രയാസമാ, നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെയോ ഒരു നഷ്ടപ്പെടലിന്റെ വേദനയാ. എന്നാൽ ഓർക്കണം, ദൈവസന്നിധിയിൽ സകലതും അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് എൻ്റെ വേദനകളെ പറയേണ്ടത്, എൻ്റെ വേദനകളെ പങ്കുവെക്കേണ്ടത്, എൻ്റെ വേദനകളെ സമർപ്പിക്കേണ്ടത് എന്നുള്ള ബോധ്യം ഹന്നായ്ക്കുണ്ടായിരുന്നു. ഹന്നായുടെ ജീവിതം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. എപ്പോഴും ഓർക്കണം, ഇസ്രായേൽ ജനത ഒരു രാജാവിന് വേണ്ടി ആഗ്രഹിക്കുന്ന കാലത്താണ് ഹന്നായും പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേൽ ജനത ഒരു രാജാവിന് വേണ്ടി ആഗ്രഹിക്കുന്ന കാലത്താണ് ഹന്നായും പ്രാർത്ഥിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രസക്തി ഉണ്ടായിരുന്നു. രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ഒരു അഭിഷിക്തൻ ഉണ്ടാകണം, രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ഒരു പുരോഹിതൻ ഉണ്ടാകണം. ആ പുരോഹിതന്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം ഹന്നായിക്ക് ലഭിക്കുകയാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥതലങ്ങൾ ഉണ്ടാകണം. ചുമ്മാതെ പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥനയ്ക്ക് അർത്ഥതലങ്ങൾ ഉണ്ടാകണം. ഹന്നയുടെ പ്രാർത്ഥനയുടെ 3 തലങ്ങളിലേക്ക്, 3 പ്രത്യേകതകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമേ ഞാൻ ഓർപ്പിച്ചു, മനോവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഹന്ന. എന്താണ് മനോവേദന എന്ന് പറയുന്നത്? മനസ്സിന്റെ വേദനയാണ് മനോവേദന. ഞാൻ ചോദിക്കുകയാണ്, ആധുനിക സമൂഹത്തിന് മനസ്സിന്റെ വേദന അറിയുവാനുള്ള കഴിവുണ്ടോ? ആധുനിക സമൂഹത്തിന്റെ മനസ്സിന് വേദനയുണ്ടോ? ആധുനിക സമൂഹത്തിൽ നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ നാം വായിക്കുന്നതായ പത്രങ്ങളും നാം കാണുന്നതായ TV ദൃശ്യങ്ങളും നമ്മുടെ മനസ്സിനെ തുലോം നൊമ്പരപ്പെടുത്തുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ആ പേര് നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയത്. ഷഫീഖ് എന്ന 5 വയസ്സുകാരൻ്റെ ആ മുഖം. രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനത്തിന് ഇടയായി മരണക്കിടക്കയിലേക്ക് നയിക്കപ്പെട്ട ഷഫീഖ് എന്ന ബാലനെ കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെയും വായിച്ചു കേട്ടു. മനസാക്ഷിയുള്ള ആർക്കെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമാണോ ആ സ്ത്രീ ചെയ്തത്? നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഓർക്കണം, നമ്മുടെ ചുറ്റുപാടിൽ നാം ആയിരിക്കുമ്പോൾ മനസ്സിന്റെ നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് മുൻപുള്ളതായ തലമുറകൾ, നിങ്ങൾക്ക് മുൻപുള്ളതായ തലമുറകളിൽ മനസ്സിന് നന്മയും വിശുദ്ധിയുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ തലമുറയിൽ മനസ്സിന്റെ നന്മയും വിശുദ്ധിയും സൗരഭ്യവുമൊക്കെയും നഷ്ടപ്പെട്ടു പോയിരിക്കുക. അതുകൊണ്ടാണല്ലോ ഇത്രമാത്രം ക്രൂരമായിട്ട് മനുഷ്യർക്ക് പെരുമാറുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പണവും സൗഭാഗ്യങ്ങളും പ്രശസ്തിയുമൊക്കെയും നാം പരമപ്രധാനമായിട്ട് കാണുമ്പോൾ മനസ്സിന്റെ സന്തോഷവും മനസ്സിന്റെ ദുഃഖവുമൊന്നും ആർക്കും വില കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് മനസ്സിന് വേദന ഉണ്ടാകുന്നത് നമ്മുടെ പണത്തിന് അല്പം കുറവ് വരുമ്പോഴാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാകുന്നത് എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിന് പ്രയാസം ഉണ്ടാകുന്നത് എൻ്റെ പേര് മോശമായിട്ട്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പരിഹസിക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ്. എന്നാൽ അതിനെക്കുറിച്ചല്ല ഇവിടെ മനോവേദന എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ നമ്മെ ബാധിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളാണ് നമ്മുടെ മനസ്സിനെ സ്പർശിക്കേണ്ടത്. എത്രയോ തീവ്രമായ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ഈ ലോകത്തിൽ. പ്രധാനമായിട്ടും മനോവേദനയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ 3 തരത്തിലുള്ളതായ ആളുകളെ, അല്ലെങ്കിൽ 3 തരത്തിലുള്ള ആളുകൾ ഈ വേദന അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, എത്രമാത്രം ഭയാനകമായ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ, അവരുടെ കണ്ണുനീരിൻ്റെ വിലയോട് ചേർത്ത് നിർത്താൻ എന്തെങ്കിലും ഒരു വസ്തു ഈ ഭൂമിയിലുണ്ടോ? കുഞ്ഞുങ്ങൾ ഉള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. നമുക്കറിയാം, നമ്മൾ പോലും അറിയാതെ ഈ ദേവാലയത്തിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് എത്രയോ പേരാണ് ഓരോ ദിവസവും വന്ന് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രയോ പേരാണ് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞുങ്ങളുള്ളവർക്ക് കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ വില അറിയില്ല. മനസ്സ് തകർന്ന് ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട് എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായ എത്രയോ ദമ്പതികളെ നമുക്ക് കാണുവാൻ സാധിക്കും.
അവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാധിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, മക്കളില്ലാത്ത ദമ്പതികളുടെ വേദന ശരിയായ മനോവേദനയായിട്ട് എണ്ണപ്പെടണം. നമ്മളൊന്നും പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ സമ്പത്ത് പോയി, നമ്മുടെ ആരോഗ്യം പോയി, അല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തി പോയി എന്നുള്ളത് കൊണ്ടുള്ളതായ പ്രാർത്ഥനയോ വേദനയോ അല്ല ഞാൻ പറയുന്നത്. മറിച്ച് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുടെ വേദന പ്രത്യേകമായിട്ട് തിരിച്ചറിയുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും ഇടയാകണം. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ കൂടി ഉൾപ്പെടുത്തണം. അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. രണ്ടാമതായിട്ട്, മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് തോന്നുന്നതായ വേദനയാണ് മനോവേദന. ഇന്നത്തെ സമൂഹത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, മക്കളെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾക്ക് നേരമില്ല. ഇന്നത്തെ തലമുറ വഴിപിഴച്ചു പോകുന്നുവെങ്കിൽ അതിന് കാരണക്കാർ ആരാണ്? മാതാപിതാക്കൾ തന്നെയാണ്. മക്കളെക്കുറിച്ച് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കൾക്ക് നേരമില്ല. അവരുടെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടുന്ന ബാങ്ക് ബാലൻസുകളും ലക്ഷക്കണക്കിന് രൂപ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സംഭാവനയായിട്ട് നൽകുമ്പോൾ നിങ്ങൾ ഓർക്കണം, കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോവുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാവിലെയും വൈകിട്ടും ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കുക, ആ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അവർ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അവരവർ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ നന്മ ചെയ്യുന്നവരായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം. ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ് ഈ അണുകുടുംബം. ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ മാത്രമായി കുടുംബങ്ങൾ ചുരുക്കപ്പെടുമ്പോൾ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനുമുള്ളതായി മനസ്സ് കുഞ്ഞുങ്ങൾക്ക് നഷ്ടമായി പോവുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യേണ്ടതായ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. മനോവേദനയോടുകൂടി നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ മനോവേദനയോടുകൂടി, മനസ്സിന്റെ നൊമ്പരത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇടയാകണം. മൂന്നാമതായിട്ട്, മനോവേദന അനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾ തങ്ങൾ വളർത്തി വലുതാക്കിയ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനിക്കുന്നില്ലേ? തങ്ങളുടെ ഇല്ലായ്മയിൽ പോലും തങ്ങൾ പട്ടിണി കിടന്നും തങ്ങൾ വളർത്തി വലുതാക്കിയതായ ആ കുഞ്ഞുങ്ങൾ അവർ വൃദ്ധരായി കഴിഞ്ഞപ്പോൾ അവരെ അധികപ്പറ്റായിട്ട് കണ്ടിട്ട് വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന അവസ്ഥ എത്ര ഭീകരമാണ്. പ്രിയമുള്ളവരെ, ആ മാതാപിതാക്കളുടെ കണ്ണുനീരെന്ന് ഓർത്തു നോക്കിക്കേ. തങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ പോലും, തങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പോലും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ തൻ്റെ സ്വന്തം മക്കളെ ചേർത്ത് നിർത്തി വളർത്തി വലുതാക്കി പണവും സൗകര്യങ്ങളും പ്രശസ്തിയുമൊക്കെയും ആയി കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവർക്ക് അന്യരായിത്തീരുന്നു. എത്രമാത്രം സങ്കടകരമായ ഒരു അവസ്ഥ. ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു വലിയ ശാപമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വസ്തുതയാണ്. ദേവാലയങ്ങളെക്കാൾ കൂടുതലായിട്ട് വൃദ്ധമന്ദിരങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പണവും അതിനു മൂലയുള്ള പ്രശസ്തിയും മതി. മാതാപിതാക്കളെ സ്നേഹിക്കുവാനോ കരുതുവാനോ തക്കവണ്ണം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ മാതാപിതാക്കളുടെ കണ്ണുനീർ ഒരു ശാപമായിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ടാകും, ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മനോവേദനയുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഈ 3 സന്ദർഭങ്ങളിലും ജീവിക്കുന്നവരെ നമുക്കറിയാം. നമ്മുടെ പ്രാർത്ഥനാ അനുഭവങ്ങളിൽ, പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ഇവരെ കൂടി ചേർത്ത് വെക്കേണ്ടതാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥന പോലും മനുഷ്യന് അന്യമായി പോകുന്ന കാലഘട്ടത്തിൽ, ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ദൈവമാതാവും ഈ ഹന്നായുമൊക്കെയും തങ്ങളുടെ പ്രാർത്ഥനാ അനുഭവങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നവരാ. നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ എത്രമാത്രം പ്രാർത്ഥന നടക്കുന്നുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങളിൽ എത്രമാത്രം പ്രാർത്ഥന നടക്കുന്നുണ്ട്. മുൻപുള്ളതായ ജീവിത സാഹചര്യങ്ങളിൽ വൈകിട്ട് ആ ഭവനത്തിന് മുൻപിൽ കൂടി പോകുമ്പോൾ നമുക്കറിയാം ഈ ഭവനം ഒരു ക്രൈസ്തവ ഭവനമാണോ എന്ന്. നിർബന്ധമായും മുടങ്ങാതെ ആ ഭവനത്തിൽ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ,
ഒരു സീരിയൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭവനങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന അന്യമായി പോവുകയാണ്. കേവലം ഒരു കുരിശ് വരച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ലാഘവത്തോടുകൂടി ജീവിതത്തെ കാണുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയാകുന്നു. അതല്ല പ്രിയമുള്ളവരെ പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന മനുഷ്യരായി തീരണം. പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് ഈ സന്നിധിയിൽ വരുമ്പോഴാണ് പരിശുദ്ധ പിതാവ് സന്തോഷിക്കുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ 24 മണിക്കൂറിൽ എല്ലാ കാര്യങ്ങൾക്കും നാം സമയം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്ന പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുവാൻ, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ തയ്യാറാകുമ്പോൾ തീർച്ചയായും അതിൻ്റെ അനുബന്ധ സ്പന്ദനങ്ങൾ തലമുറകളിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹൃദയം നുറുങ്ങി ജീവിക്കേണ്ട എത്രയോ സന്ദർഭങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. രോഗങ്ങൾ കൊണ്ടായിക്കൊള്ളട്ടെ, മാനസികമായ പ്രയാസങ്ങൾ കൊണ്ടായിക്കൊള്ളട്ടെ, ശാരീരികമായ ക്ലേശങ്ങൾ കൊണ്ടായിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ മൂലമായിക്കൊള്ളട്ടെ, ഹൃദയം നുറുങ്ങുന്ന എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എവിടെയാണ് ഹൃദയം നുറുങ്ങിയവർ പോയിരിക്കേണ്ടത്? ഇപ്പോഴുള്ളതായ ആത്മീയ സംസ്കാരത്തിൽ റോഡ് വക്കുകളിൽ കാണുന്നതായ കൂടാരങ്ങളിലേക്ക് പോകുവാൻ നമുക്ക് ഇഷ്ടമാണ്. പൊട്ടിമുളയ്ക്കുന്ന കൂണുകൾ പോലെ പൊട്ടിമുളയ്ക്കുന്നതായ നവ ആത്മീയ സംസ്കാരത്തിന്റെ ഭാഗമായി തീരുവാൻ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകവും പരിശുദ്ധ സഭയും പഠിപ്പിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. യഹോവയുടെ ആലയത്തിലേക്ക് പോകുവാനുള്ളതായ മനസ്സ് ഞാനും നിങ്ങളും കാണിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് അഭയപ്പെടുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹന്ന വേറെ എവിടെയെങ്കിലും പോയി എന്നുള്ളതല്ല, മറിച്ച് യഹോവയുടെ ആലയത്തിലേക്ക് പോയി. എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന വാക്യമാണ്. യഹോവയുടെ ആലയത്തിലേക്ക് പോകുവാൻ ഹന്ന മനസ്സ് കാണിച്ചുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആലയത്തിങ്കൽ അഭയം കണ്ടെത്തുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, വിശ്വാസി സമൂഹത്തിനു വേണ്ടി രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു മനുഷ്യന്റെ കബറിങ്കല നാം ആയിരിക്കുന്നത്. നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. മനോവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണം. ഞാൻ മനസ്സിലാക്കുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഇല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ശാപം. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഇല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ശാപം. പലപ്പോഴും അമ്മമാർക്കൊക്കെയും സൊസൈറ്റി ലേഡികളായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ നിഷ്ഠയോടെ പ്രാർത്ഥിച്ച് ജീവിച്ച അമ്മമാരും ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങളും അവരുടെ പിന്തുടർച്ചാവകാശികളായി തീരണം. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഉണ്ടാകുമ്പോഴാണ് വിശുദ്ധന്മാരായ പുത്രന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. കാലം ചെയ്ത അഭിമന്യനായ മക്കാറിയോസ് തിരുമേനി ഞങ്ങൾ വൈദിക സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് സെമിനാരിയിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെയേറെ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം പറയുകയായിരുന്നു, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ തലയിലിട്ടിരുന്ന കീറ്റത്തുണിയാണ് എൻ്റെ തലയിലെ മസനബ്സ. കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിരി തോന്നാം, പക്ഷേ അതിൻ്റെ ഒരു അർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. തൻ്റെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അഭിമന്യ തിരുമേനി പറഞ്ഞത്, എൻ്റെ അമ്മ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തലയിലിട്ട കീറ്റത്തുണിയാണ് എൻ്റെ തലയിലെ മസനബ്സ. അതായത് തൻ്റെ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ് താൻ ഈ സഭയിലെ ഒരു മെത്രാപ്പോലിത്ത ആയതെന്ന് ആ വന്യപിതാവ് തികച്ചും പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, അമ്മമാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് മക്കൾക്കുണ്ടെങ്കിൽ ആ മക്കൾ വഴിപിഴച്ചു പോവുകയില്ല. ആ മക്കൾ സമൂഹത്തിന്റെ ശാപമായി തീരുകയില്ല. ആ മക്കൾ സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി തീരും, ദൈവസന്നിധിയിൽ വിശുദ്ധരായി തീരും. ഞാനൊക്കെയും ഔട്ട്സൈഡിൽ വർക്ക് ചെയ്യുന്നവരാ. മദ്രാസ് ഡയസിസ് ആദ്യമേ അച്ഛൻ ഓർമ്മിപ്പിച്ചു, അനേകം കുഞ്ഞുങ്ങൾ അരമനയിൽ വിളിച്ച് അല്ലെങ്കിൽ പള്ളികളിൽ വിളിച്ചിട്ട് എപ്പോഴാണ് സർവീസ്, നാട്ടിൽ നിന്നൊക്കെയും വന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അന്വേഷിച്ച് പള്ളിയിൽ വരാറുണ്ട്. ദൂരെ നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങളാണ് അന്വേഷിച്ച് പള്ളി കണ്ടുപിടിച്ച് അവിടെ എത്താറുണ്ട്. അതേസമയം തന്നെ അതിനേക്കാൾ കൂടുതൽ വലിയൊരു പങ്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാതെ ഹോസ്റ്റൽ മുറികളിൽ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. പ്രിയമുള്ളവരെ, എവിടേക്കാണ് നമ്മുടെ സംസ്കാരം പോകുന്നത്?
എവിടേക്കാണ് നമ്മുടെ സഭ വളരുന്നത്? എവിടേക്കാണ് നമ്മുടെ തലമുറ പോകുന്നത്? നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയെക്കുറിച്ചുള്ള എൻ്റെ വേവലാതിയാണ് ഞാൻ പറഞ്ഞത്. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഈ സഭയിൽ ഉണ്ടാകണം. ഹന്നായെ പോലെ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ, സങ്കടങ്ങളും പ്രയാസങ്ങളും ദൈവസന്നിധിയിൽ പകരുന്ന അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം സാധിക്കുമ്പോൾ ശമൂവേൽ പ്രവാചകനെ പോലെ വിശുദ്ധന്മാരായ മക്കൾ നിങ്ങൾക്കും ഉണ്ടാകും. യാതൊരു സംശയവുമില്ല. അമ്മമാരുടെ കണ്ണീരിൻ്റെ വിലയാണ് മക്കളുടെ ജീവിതം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ മക്കൾ നല്ലതുപോലെ ജീവിച്ചു കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഇടപെടാതെ പ്രാർത്ഥിക്കണം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുമെന്ന് യേശു തമ്പുരാൻ പറയുന്നുവെങ്കിൽ യാചിച്ചുകൊണ്ടേ ഇരിക്കുന്ന അനുഭവമായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. കാര്യം കണ്ടതിന് ശേഷം തിരിഞ്ഞു പോകുന്ന അനുഭവമല്ല, മറിച്ച് എപ്പോഴും നിങ്ങളുടെ നാവിൻ തുമ്പിൽ ദൈവത്തോടുള്ളതായ സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കണം എന്നുള്ള വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെക്കാൾ അധികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ബാങ്ക് ബാലൻസുകൾ കൊടുക്കുവാൻ ഇടയാകുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കൊടുക്കുവാൻ കൂടുതലൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ഉള്ളിലുള്ളതായ നന്മയും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. പ്രിയമുള്ളവരെ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ നിത്യ ഭാഗമായിട്ട് എൻ്റെ പ്രാർത്ഥന ആയിത്തീരണമെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ മനോവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഒരു അമ്മമാരും മടി കാണിക്കരുത് എന്ന് ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഹന്നായുടെ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഹന്ന എന്നുള്ളതാണ്. വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലി പുരോഹിതൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ദേവാലയത്തിൽ വന്ന് ചെയ്യുന്നത്? അവളോട് ചോദിക്കുക, നീ ലഹരി പിടിച്ചാണോ ഇവിടെ നിൽക്കുന്നത്? ഹന്ന പറയുന്നുണ്ട്, അടിയൻ ഹൃദയം കൊണ്ട് സംസാരിക്കുകയായിരുന്നു, ദൈവവുമായിട്ട് ഹൃദയം കൊണ്ട് സംസാരിക്കുകയായിരുന്നു. എന്നാലോചിച്ചു നോക്കിക്കേ, നമ്മളൊക്കെയും പ്രാർത്ഥിക്കുന്നവരാ. ഹൃദയം കൊണ്ട് സംസാരിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ ഇടയായിട്ടുണ്ടോ? നമ്മളൊക്കെയും വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നവരാ, വാക്കുകൾ കൊണ്ട് കസർത്ത് നടത്തുന്നവരാ. നമ്മുടെയൊക്കെയും പ്രാർത്ഥന ഒന്ന് ചിന്തിച്ചു നോക്കണം. സ്വയം ഒന്ന് വിമർശന ബുദ്ധിയോടുകൂടി ഒന്ന് നോക്കണം. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയവുമായി ഹന്ന സംസാരിച്ചതുപോലെ എനിക്കോ നിങ്ങൾക്കോ സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. നിന്റെ സംസാര ഭാഷയേക്കാൾ തീവ്രമായിരിക്കണം നിന്റെ ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് ഹന്ന എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ സംസാര ഭാഷയേക്കാൾ ശക്തിയുള്ളതായിരിക്കണം നിന്റെ ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് ഹന്ന എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അധികം കോലാഹലങ്ങളൊന്നും കാണുകയില്ല. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അധികം ബഹളമയങ്ങളൊന്നും കാണുകയില്ല. പരിശുദ്ധ പിതാക്കന്മാരൊക്കെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവവുമായിട്ട് സംസാരിച്ചിരുന്നവരാ. പരിശുദ്ധനായ പരിമല തിരുമേനി അല്ലാതെ ഇതിൽ കൂടുതൽ വേറെ എന്ത് ഉദാഹരണമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവവുമായിട്ട് സംസാരിച്ച ഒരു പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം ആയിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ ഭാവങ്ങളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആയിരിക്കണം എന്ന് എപ്പോഴും ഓർത്തിരിക്കണം. വിശുദ്ധ ദൈവമാതാവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ആയിരിക്കണം സംസാരിച്ചത്. അതുകൊണ്ടാണല്ലോ ഗബ്രിയേൽ മാലാഖ അറിയിപ്പുമായിട്ട് അവളുടെ മുൻപാകെ വരുന്നത്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് ദൈവികമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം. ശബ്ദ കോലാഹലങ്ങൾക്ക് നടുവിലെ ആധുനിക പ്രാർത്ഥനാ സംസ്കാരത്തിന് മുൻപിൽ ഹന്നായും വിശുദ്ധ ദൈവമാതാവുമൊക്കെ ഉയർത്തുന്ന ചോദ്യമുണ്ട്. നിന്റെ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഹൃദയത്തിൻ്റെ ഭാഷയിലാണോ? ഹൃദയം കൊണ്ടാണോ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നാണോ നിന്റെ പ്രാർത്ഥന എന്നുള്ളത് പ്രത്യേകമായിട്ട് ചോദിക്കണം. പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളൊക്കെയും ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മളെല്ലാ വിശുദ്ധ കുർബാനയിലും പാടുന്നുണ്ട്. പരിശുദ്ധനായ അപ്രേം പിതാവിൻ്റെ സുന്ദരമായ പ്രാർത്ഥനകൾ പാടുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ ലയിക്കുന്നതായ പ്രാർത്ഥനകൾ. അൻപുടയോനേ നിൻ വാതിൽ
മുട്ടുന്നു ദാസർനാദം ആവശ്യത്താൽ യാചിക്കും അടിയാരെ തള്ളിടല്ലേ. ഇത്ര സുന്ദരമായ പ്രാർത്ഥനകളാ. ആരാധനയിൽ നാം പോലും അറിയാതെ ദൈവവുമായി ചേർന്നു പോകുന്ന അനുഭവം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ വെള്ളത്തുള്ളികൾ പോലെ ഒഴുക്കുന്നതായ പ്രാർത്ഥനകൾ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ സംസ്കാരത്തിൽ ഇപ്രകാരമുള്ളതായ സംഗതികൾ നാം രൂപപ്പെടുത്തണം. ഇപ്രകാരമുള്ളതായ പ്രാർത്ഥന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയിലായിരിക്കണമെന്ന് ഹന്നയുടെ ജീവിതവും ഹന്നായുടെ പ്രാർത്ഥനയും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഹൃദയത്തിൻ്റെ ഭാഷ? എങ്ങനെയായിരിക്കണം ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടത്? സംസാരിക്കുന്നത് മനസ്സിലാകുവാൻ വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് പോലും ഈ അർത്ഥതലങ്ങളുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകുന്ന ഭാഷയിലാണോ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കണം. എപ്പോഴായിരിക്കാം ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടി വന്ന് സമർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നത്. യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയിലും വിനയത്തിലും വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. ചോദിച്ചു നോക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയിലും വിനയത്തിലുമാണോ ഞാൻ ആയിരിക്കുന്നത്? ഒന്നുമില്ലാത്തവനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മലർത്തിപ്പിടിച്ച കൈകളുമായിട്ട് വരുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്നെ ഭരിക്കുന്നതായ എൻ്റെ അഹങ്കാരങ്ങളും എന്നെ നിയന്ത്രിക്കുന്നതായ എൻ്റെ ചില ധാരണകളും മുൻവിധികളുമൊക്കെയുമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഞാൻ വന്നതിനേക്കാൾ കൂടുതൽ ഭാരത്തോടുകൂടി ദേവാലയത്തിൽ നിന്ന് പോകേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, വിനയത്തിൻ്റെയും താഴ്മയുടെയും അനുഭവത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധി ഉണ്ടാകുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സൗരഭ്യമുണ്ടാകുന്നത്. അതുതന്നെയല്ലേ പരിശുദ്ധനായ പരിമല തിരുമേനിയും നമുക്ക് കാണിച്ചു തന്നത്. പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും നാളുകളിൽ കൂടുതലൊന്നും വെട്ടിപ്പിടിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു. ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി ജീവിക്കുക, ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുക, വിനയത്തിൻ്റെ ഭാഷയിൽ മനുഷ്യരോട് സംസാരിക്കുക. പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഇതുപോലെയുള്ള ഭാവങ്ങളാണ്. അല്ലാതെ ഞാൻ കേമനാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധമായ ആലയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ബലിപീഠത്തെങ്കിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഓർക്കണം, എളിമയുടെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും സംസ്കാരം എപ്പോഴും ഞാനും നിങ്ങളും പുറപ്പെടുവിക്കണം. നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ പ്രാർത്ഥനാ മനുഷ്യരാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ വിനയവും താഴ്മയും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. താഴ്മയും വിനയവും ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ചുങ്കക്കാരൻ്റെയും പരീശന്റെയും പ്രാർത്ഥന. പരീശൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും ദൈവസന്നിധിയിലാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ ചെയ്യുന്നു, ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ് എന്നുള്ള ഭാവത്തോടു കൂടി പരീശൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പാപിയായ മനുഷ്യനാണ്. ഇതിലും വലിയ എന്ത് തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടത്? ഇതിലും വലിയ എന്ത് മേന്മയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? പ്രിയമുള്ളവരെ, പാപിയാണ് എന്നുള്ള ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. പാപിയാണ് എന്നുള്ള ചിന്ത എപ്പോഴും എന്നെയും നിങ്ങളെയും ഭരിക്കണം. നമ്മളാരും പൂർണ്ണരായിട്ട് ജനിച്ച് ജീവിക്കുന്നവരല്ല. സ്വന്തം ജീവിതത്തിൻ്റെ കുറവുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയാകണം. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന വലിയ ആളാണെന്നൊക്കെയുള്ള ഭാവത്തിൽ ചിലർ പറയുന്നത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തന്നെ സഹതാപം തോന്നും നമുക്ക് അവരോട്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുമില്ലാത്തവനാണ് എന്നുള്ളതായ ബോധ്യം,
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എല്ലാം ദൈവം തന്നതാണെന്നുള്ളതായ ഒരു ബോധ്യം എപ്പോഴും നിനക്ക് ഉണ്ടാകണമെന്ന് പൗലോസ് ശ്ലീഹ എന്നെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം ദൈവം നൽകിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതായ സൗഭാഗ്യങ്ങൾ എൻ്റെ ദൈവം തന്നതാണ്. എനിക്ക് ദൈവം നൽകിയതല്ലാതെ ഒന്നുമില്ല. ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്നുള്ളതായ ഒരു ബോധ്യം എപ്പോഴും എന്നെയും നിങ്ങളെയും ഭരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ വരുമ്പോൾ താഴ്മയുടെയും വിനയത്തിൻ്റെയും അനുഭവത്തിലാണോ നാം ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ചോദിക്കണം. നമ്മുടെയൊക്കെയും പ്രാർത്ഥനാ സംസ്കാരത്തിൽ മറ്റുള്ളവരെ വിമർശിക്കുവാൻ നമുക്ക് എളുപ്പമാണ്, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ നമുക്ക് എളുപ്പമാണ്, മറ്റുള്ളവരെ പരിഹസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും എളുപ്പമാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടുവാൻ തക്കവണ്ണം, സ്വന്തം ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന നടത്തുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയാകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാരണമാണ്. ആരാധനയിൽ പോലും നമ്മുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വിമർശന ബുദ്ധിയോടെയല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധമായ ദിവസം വിശുദ്ധ ആരാധനയ്ക്കായി വരുമ്പോൾ പോലും വിമർശന ബുദ്ധിയോടെ അതിനെ കാണുന്ന ആളുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കണം. വിമർശിക്കുവാൻ ഞാൻ നിങ്ങളും ആരാണ്? ദൈവം നമുക്ക് നൽകുന്നതായ കൃപകളല്ലാതെ നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ സ്വന്തമായി ഒന്നുമില്ലാത്തവരായി നാം ജീവിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചു പുകഴ്ത്തി ജീവിപ്പാൻ മാത്രം വിളി ലഭിച്ചവരാണ് ഞാനും നിങ്ങളും എന്നുള്ളതായ ആ ഒരു ചിന്ത എപ്പോഴും ഭരിക്കണം. വിശുദ്ധ മറിയമിനെ ഗബ്രിയേൽ മാലാഖ ചെന്ന് അഭിസംബോധന ചെയ്യുന്നത് മറിയമേ എന്ന് വിളിച്ചുകൊണ്ടല്ല, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. കൃപയിൽ നിറഞ്ഞ് വളരുന്നതായ അനുഭവത്തിലാകണം നമ്മുടെ ആത്മീയ ജീവിതം. ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ വളരുക, ദൈവത്തിൻ്റെ കൃപയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നതായ നല്ല വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുമ്പോഴാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത് പോലെ ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയാകുന്നത്. മൂന്നാമതായിട്ട് ഹന്നായുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്ന അനുഭവമാകുന്നു. ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്ന അനുഭവമാകണം പ്രാർത്ഥന എന്ന് ഹന്ന ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഓർമ്മിപ്പിച്ചു, മനോവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അനുഭവമാകണം പ്രാർത്ഥനകൾ. രണ്ടാമതായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവവുമായിട്ട് സംസാരിക്കുന്ന അനുഭവമാകണം പ്രാർത്ഥന. മൂന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുന്നു, ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്ന അനുഭവമാകണം പ്രാർത്ഥന. എന്താണ് പകരുക എന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിലുള്ളതായ ജലം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കപ്പെട്ടപ്പോൾ ആദ്യത്തെ പാത്രം ശൂന്യമായി തീരുന്നത് പോലെ എൻ്റെ ഹൃദയത്തിലെ എൻ്റെ നൊമ്പരങ്ങളും എൻ്റെ വേവലാതികളും എൻ്റെ ആദികളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ ദുരിതങ്ങളുമൊക്കെയും യഹോവയുടെ സന്നിധിയിലേക്ക് ഞാൻ പകർന്നു കഴിയുമ്പോൾ എൻ്റെ ഹൃദയം ശൂന്യമായി തീരും എന്നുള്ളതായ ഒരു പ്രതീക്ഷയിലും പ്രത്യാശയിലുമായിരിക്കണം എൻ്റെ പ്രാർത്ഥന അവസാനിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെയും ദൈവസന്നിധിയിലാണെന്ന് ദൈവസന്നിധിയിൽ പകർന്നു കഴിയുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല. കുറച്ചു നേരം അവിടെ പോയി നിന്ന് പിറുപിറുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പം വീണ്ടും പഴയപടി തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണക്കാർ മറ്റാരുമല്ല, ദൈവം കേൾക്കാത്തതുകൊണ്ടൊന്നുമല്ല, മറിച്ച് നാം കൊടുക്കേണ്ട രീതിയിൽ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളുമൊക്കെയും ദൈവസന്നിധിയിൽ കൊടുത്തില്ല എന്നുള്ളതാണ് അതിന് കാരണം. നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം സ്വീകരിച്ചു എന്നുള്ള ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം. ചുമ്മാതെ നിന്ന് പ്രാർത്ഥിച്ച് കൈകെട്ടി അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വന്ന് നിൽക്കുന്നുള്ള ബോധ്യത്തോടു കൂടി താഴ്മയുടെയും വിനയത്തിൻ്റെയും ഭാഷയിൽ എൻ്റെ സങ്കടങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതായ ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയാകണം. യഹോവയുടെ സന്നിധിയിലേക്കാണ് വന്നത് എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടാകണം. അപ്രകാരം യഹോവയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധി ഉണ്ടാകുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സൗരഭ്യം ഉണ്ടാകുന്നത്.
നമ്മുടെ പ്രാർത്ഥന ആരെയും കാണിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് സ്വയം നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് കഴുകുവാനുള്ളതായ ഒരു മുഖാന്തരമായിട്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ, പ്രാർത്ഥന അനുഭവത്തെ കാണണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഇവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഹന്ന ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം അവളുടെ മുഖം വാടിയില്ല. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. ഹന്ന ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം അവളുടെ മുഖം വാടിയിട്ടില്ല. പ്രിയമുള്ളവരെ, തേജസ്സിന്റെ നിറവിൽ ദേവാലയത്തിൽ നിന്ന് പോകുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? വിശുദ്ധ കുർബാനയുടെ അവസാനം ബഹുമാനപ്പെട്ട പട്ടക്കാരൻ നിങ്ങളെല്ലാവരും സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞ് ആശംസിച്ചു കഴിയുമ്പോൾ ആ സമാധാനം അനുഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ദേവാലയത്തിൽ നിന്ന് പോയതിനു ശേഷവും പലരുടെയും മനസ്സ് അസ്വസ്ഥമായി തീരുകയാണ്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോഴുള്ള ഈ അസ്വസ്ഥതകളൊക്കെയും അതിനേക്കാൾ കൂടുതലാക്കിയ അവർ ദേവാലയത്തിൽ നിന്ന് പോകുന്നത്. ഇവിടെ ഹന്നായുടെ ജീവിതത്തിൽ പറയുന്നത്, ഹന്ന ദേവാലയത്തിൽ നിന്ന് പോയതിനു ശേഷം അവളുടെ മുഖം പിന്നെ വാടിയിട്ടില്ല. തികഞ്ഞ പ്രതീക്ഷയിലും പ്രത്യാശയിലും അവൾ അവിടെ നിന്ന് പോവുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ പേര് തെരഞ്ഞെടുത്തത് പോലും അതുകൊണ്ടാണ്. ഞാൻ യഹോവയോട് അവനെ ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാ ശമൂവേൽ എന്ന ബാലൻ ആ പേര് നൽകുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങുന്ന അനുഭവമാകണം. ചുമ്മാതെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന അനുഭവമല്ല. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിലാണെങ്കിലും, വിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലാണെങ്കിലും, ഏത് പിതാക്കന്മാരുടെ മധ്യസ്ഥതയിലാണെങ്കിലും ഓർത്തുകൊള്ളണം, ദൈവസന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങളെ ചോദിച്ച് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു നൽവരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. 3 ചിന്തകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്നാമതായിട്ട്, മനോവേദനയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലാകണം ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന രൂപപ്പെടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെയും ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കുന്നതായ അനുഭവത്തിലാകണം നമ്മുടെ പ്രാർത്ഥനകൾ രൂപപ്പെടേണ്ടത്. രണ്ടാമതായിട്ട്, ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയാകണം. മൂന്നാമതായിട്ട്, ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നതായ അനുഭവത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ രൂപപ്പെടുത്തണം. ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ പ്രാർത്ഥനാ അനുഭവത്തിന് നമുക്ക് അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനി ഇപ്രകാരം പ്രാർത്ഥിച്ചതാ. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച മനുഷ്യനായിരുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിച്ച മനുഷ്യനായിരുന്നു. തന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ആ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധരായ പിതാക്കന്മാർ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് ഇന്ന് ആവശ്യം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ്. എങ്കിൽ മാത്രമേ അടുത്ത തലമുറയിൽ വിശുദ്ധന്മാരായ മക്കൾ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ബോധ്യം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകണം. ആത്മീയമായ ശ്രേഷ്ഠമായ ഈ ദിനത്തിൽ ഇത്രയും നേരം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനം പറയുവാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. നമ്മുടെയൊക്കെയും പ്രാർത്ഥനാനുഭവത്തിൽ എപ്പോഴും സൗരഭ്യമുള്ള, വിശുദ്ധിയുള്ള, ശ്രേഷ്ഠമായ നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, നല്ല പ്രാർത്ഥനാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത് എന്നുള്ളത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. വിശുദ്ധ കന്യകമറിയാം മുഖാന്തരം യേശുതമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഹന്ന എന്ന സ്ത്രീ മുഖാന്തരം ശമൂവേൽ പ്രവാചകൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഇവർ രണ്ടുപേരും മുഖാന്തരം ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് നയിക്കപ്പെടണം. അവരുടെ ജീവിതം കൊണ്ട്, അവർ പകർന്നു നൽകിയതായ സന്ദേശം കൊണ്ട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് നയിക്കപ്പെടണം. അത് തന്നെയാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയും ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ മാതാവിന്റെ 8 ദിവസവും ഈ പെരുന്നാൾ ദിനങ്ങൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നാം ആരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നുവോ അവർ മുഖാന്തരം നമ്മുടെ ജീവിതവും
ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കപ്പെടണം എന്നുള്ളത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കണം എന്നുള്ളതായ ഒരു ആഗ്രഹവും ഈ പരിശുദ്ധ പിതാക്കന്മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹന്നായെ പോലെ, വിശുദ്ധ കന്യാമറിയാമിനെ പോലെ, പരിശുദ്ധനായ പരമല തിരുമേനിയെ പോലെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ മനോവേദനയോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്ന നല്ല പ്രാർത്ഥനാ മനുഷ്യരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.